ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ പ്രിയങ്ക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ബേബി സ്പിനാച്ച്, ചെറിയ ചീരയുടെ ഇലയും പിന്നെ ചെറുപയർ പരിപ്പും മുങ്ദാലും കൂടിയിട്ട് ഒരു കറി വെക്കണ വേണ്ടിയാണ്. നല്ല സ്വാദിഷ്ടമായൊരു കറിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ പാൻ ചൂടായിട്ട് കിടക്കുന്നുണ്ട്. അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. ഇനി ഇതിലോട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇങ്ങനെ പൊട്ടി തുടങ്ങുമ്പോൾ അതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം. പെരുംജീരകമല്ല, ഈ കറുത്ത ഈ കുഞ്ഞ നല്ല ജീരകം ഉണ്ടല്ലോ അത്. ഇനി ഇതിലോട്ട് ഉണക്കമുളക് ഒരെണ്ണം അതിട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിഞ്ഞു. ഇതിലോട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കൂടിയിട്ട് ആദ്യം ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് വെച്ചേക്കുന്നത്. ഒരുപാട് ചൂടൊന്നുമില്ല എണ്ണയ്ക്ക്. ഇതൊന്ന് വാടി കഴിയുമ്പോൾ ഇതിലോട്ട് സവാള ചേർക്കാം. ഇത് ഒരു സവാള അത് ഇങ്ങനെ ചെറിയതായിട്ട് അരിഞ്ഞേക്കുന്നതാണ്. മുളക് ഓരോരുത്തരുടെ ഇതിനനുസരിച്ച് നല്ല എരിവുള്ള മുളകാണ്. ഞാനൊരു 3-4 എണ്ണം നടുവേ കീറിയിട്ട് ഇട്ടേക്കുന്നത്. എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഇതിൽ വേറെ ഇനി മുളക് പൊടി ഞാൻ ചേർക്കണില്ല. അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 3 എണ്ണം വലുതാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇപ്പം ചെറിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 4 എണ്ണൊക്കെ ഇടാം. വെളുത്തുള്ളി കുറച്ച് കൂടി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയാണ് ഈ കറിയിൽ. ഇനി ഇത് ഒന്ന് വാടണം. ഈ സവാള ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഈ സവാള ഒന്ന് വഴച്ചെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ. 1/4 ടീസ്പൂൺ കഴിഞ്ഞ് കുറച്ചും കൂടി ചേർക്കാട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. ഇതിലോട്ട് തക്കാളി ചേർക്കാം. ഞാൻ 2 ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത്. വലിയ തക്കാളി ആണെങ്കിൽ 1 അല്ലെങ്കിൽ 1.5 പുളിക്കനുസരിച്ച്. ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. തക്കാളി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് വേവണം കേട്ടോ. ഇതിലോട്ട് അരിഞ്ഞു വെച്ചേക്കണ ചീര ചേർക്കാം. ചീര പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് 2 പിടി ഉണ്ട് കേട്ടോ. 2 വലിയ കൈപ്പിടി. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇങ്ങനെ അരിഞ്ഞെടുത്തേക്കുന്നതാണ് ചീര. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റിൽ പെട്ടെന്ന് ഇതായി കിട്ടും, വാടി കിട്ടും. ഇതിലോട്ട് നമ്മുടെ മുങ്ദാല്, ചെറുപയർ പരിപ്പ് വേവിച്ച് വെച്ചേക്കുന്നത് ചേർക്കാം. ഇതൊരു 1/2 മണിക്കൂർ ഞാൻ അത് നന്നായി കഴുകി തെളിഞ്ഞ വെള്ളം വരണ വരെ പരിപ്പ്. അതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ഈ തെളിഞ്ഞ വെള്ളത്തിൽ കുതിർത്തു വെച്ചു. അതിന് ശേഷം ഇത് പരിപ്പിന് മേലെ വെള്ളം കുറച്ച് ഒരു കപ്പ് കൂടുതൽ നിൽക്കുന്ന രീതിയിൽ, മേലെ നിൽക്കുന്ന രീതിയിൽ കുക്കറിൽ അത് ഒരു 3 വിസിൽ കേൾക്കെ വേവിച്ചെടുത്തു കേട്ടോ ഈ പരിപ്പ്. ഉപ്പും മഞ്ഞളൊന്നും ഞാൻ ചേർത്തിട്ടില്ല. ഉപ്പ് നമുക്കിനി അവസാനം ചേർക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. വെള്ളം കുറച്ചും കൂടി ചേർക്കാം. ഇതിരിക്കും തോറും കുറച്ച് കട്ടിയാവും. ഇത് ലൂസായിട്ട് എടുക്കുക. ഒരുപാട് വെള്ളമല്ല, കുറച്ച് വെള്ളം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് തിളക്കട്ടെ. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3/4 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല, അത് ശ്രദ്ധിക്കണം.
1 കപ്പ് മൂങ്ദാൽ, അതായത് ചെറുപയർ പരിപ്പ്, അതാണ് കേട്ടാ ഞാൻ എൻ്റെ ചേർത്തേക്കുന്നത്. 1 കപ്പ് ഞാൻ മൂങ്ദാൽ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങി. ഒരുപാട് ഇട്ട് തിളപ്പിക്കേണ്ട ഈ കറി. ഇനി എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ, അത് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓഫ് ചെയ്യാം. കഴിഞ്ഞു. ഇനി ഇത് മൂടി വയ്ക്കാം. ഇതിപ്പോൾ ഈ ബട്ടർ നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ ചേർക്കുമ്പോൾ റെസ്റ്റോറൻറ്റ് ടേസ്റ്റിലോട്ട് ഈ കറി മാറാണ്. അത് നടുവിൽ അതങ്ങനെ കിടക്കട്ടെ, നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ കറി എന്തായാലും ഉണ്ടാക്കി നോക്കണം. ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ഞാൻ ഈ കറി എൻ്റെ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ താങ്ക് യു.